ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പെട്ടെന്നൊരു എൻഗേജ്മെൻറ്റ് ഫംഗ്ഷനൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ മക്കൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു മാലയാണിത്. നമ്മുടെ കളറിനൊക്കെ മാച്ച് ചെയ്തിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കുറച്ച് പേൾസ് അതുപോലെ തന്നെ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന കുറച്ച് കുന്തൻ സ്റ്റോണ്, സെൻറ്ററിലേക്ക് ഒരു പെൻഡൻറ്റും ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. പിന്നെ ഇതിലേക്ക് വേണ്ട മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഗിയർ വയർ, ഗിയർ ലോക്ക്, സൈഡ് റിങ്, ഫിഷ് ഹൂക്ക്, ഏതെങ്കിലും ഒരു കൊളുത്ത്, ഫിഷ് ഹൂക്ക് തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും ഒരു കൊളുത്ത്. ഇത്രയും വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ജ്വല്ലറി മേക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ്. കാരണം ഈസി ആയിട്ടൊരു മാല ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് കുറച്ച് വെറൈറ്റി ആയിട്ടും കൂടി ചെയ്ത് പഠിക്കാം. അപ്പോൾ നമുക്ക് ഫിഷ് ഹൂക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൊളുത്തും എടുക്കാം കേട്ടോ. ഫിഷ് ഹൂക്ക് തന്നെ വേണമെന്നില്ല, കൊളുത്തായാലും മതി. ഇനി കൊളുത്ത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഹാൻഡ് മെയ്ഡായിട്ടും ചെയ്യാം. ഈ പിന്നൊക്കെ വെച്ചിട്ട് അതും ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, ചാനലിലുണ്ട്, ഒന്ന് കയറി നോക്കിക്കോളൂ. അപ്പോൾ നമ്മളിത് ഇവിടെ ഫിഷ് ഹൂക്ക് ആദ്യം ഗിയർ ലോക്ക് ഇട്ട് കൊടുത്തു, അതിനുശേഷം ഫിഷ് ഹൂക്ക് ഇട്ടിട്ട് ഫിഷ് ഹൂക്കിനെ മാറ്റി നിർത്തി ആ ഒരു വയറിൻ്റെ അറ്റം നമ്മളിതുപോലെ ഗിയർ വയറിലൂടെ തിരിച്ച് ഇങ്ങോട്ട് കോർത്തെടുക്കുക. അതിന് ശേഷം നമ്മുടെ ഗിയർ ലോക്ക് ഒന്ന് പ്രസ് ചെയ്ത് ലോക്ക് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ക്ലാസ്സിലൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഫ്രീ ക്ലാസ് നമ്മുടെ ചാനലിലുണ്ട്, അത് പ്ലേലിസ്റ്റ് ആയിട്ടും കിടക്കുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ കയറി കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടോളൂ. ജസ്റ്റ് ഫ്രീ ക്ലാസ്സിലേക്ക് കയറാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് കയറി നോക്കിക്കോളൂ. അപ്പോൾ നമ്മൾ പ്ലേലിസ്റ്റ് ആയിട്ട് നമ്മുടെ ഫ്രീ ക്ലാസ് എന്ന് തന്നെ പറഞ്ഞ് കിടക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ജ്വല്ലറീസും നമ്മളതിൽ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കും കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ആദ്യം തന്നെ കുറച്ച് ബീഡ്സുകൾ കോർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന് ഇന്ന സൈസിലുള്ള ബീഡ്സ് എന്നൊന്നുമില്ല. ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 4mm ബീഡ്സാണ്. ഒരു 5 ബീഡ് ഞാൻ ബാക്കിലായിട്ട് വരുന്ന രീതിയിൽ കൊടുക്കുന്നുണ്ട്. ചെറിയ ഒരു സൈസിൽ 2mm അല്ലെങ്കിൽ 3mm നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. അത് നമ്മളൊരു 3-4 എണ്ണം ബാക്കിൽ പോകുന്ന ഭാഗമാണല്ലോ. അപ്പോൾ ആ ഒരു കൊളുത്തിൻ്റെ സൈഡ് വരുന്നിടത്ത് നമുക്കതങ്ങനെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്കിത് ലെങ്ത്തിൽ ലോങ് ചെയിനായിട്ടും യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് സാരിയുടെ ഒക്കെ ഒപ്പം ലോങ് ചെയിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അത് നല്ല ലെങ്ത്തിൽ ചെയ്താൽ മതി. ഇനി അതിന് ശേഷം ഞാൻ അതിൻ്റെ അടുത്ത സൈസിലുള്ള ബീഡ് എടുത്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ 4mm എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 6mm എടുക്കുക. അങ്ങനെ ആ ഒരു റേഞ്ചിലുള്ള ബീഡ്സ് എടുക്കാം. അതൊരു 3-4 എണ്ണം അതും കോർത്ത് കൊടുക്കാം. നമുക്ക് ആദ്യം ഒരു 4 എണ്ണം കോർക്കാം. അതിന് ശേഷം നമുക്ക് നമ്മുടെ സ്റ്റോണുകളൊക്കെ കോർത്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെ അറേഞ്ച് ചെയ്യണമെന്ന് നോക്കിയാൽ മതി. ലോങ് ചെയിൻ ആണെങ്കിൽ കുറച്ച് ബീഡ്സ് നമ്മൾ ബാക്കിൽ കോർത്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ സെൻറ്ററിൽ വരുന്ന രീതിയിൽ നമുക്ക് ഈ കുന്തൻ സ്റ്റോണൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ കുന്തൻ സ്റ്റോൺ അറേഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് മുമ്പ് ഇത് 5 ബീഡ് ഞാൻ ആ ഒരു mm എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കുന്തൻ സ്റ്റോൺ. ഈ കുന്തൻ സ്റ്റോൺ കോർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ടിലേക്ക് സ്റ്റോൺ വരുന്ന രീതിയിലായിരിക്കണം എല്ലാ സ്റ്റോണും വരേണ്ടത് കേട്ടോ. അപ്പോൾ കുന്തൻ കോർത്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഗോൾഡൻ ബീഡ് ഇട്ട് നമ്മളിപ്പോൾ ഇട്ട പേൾ ബീഡ് ഇട്ട് കൊടുക്കുക. അതായത് ഏത് സൈസാണ് നിങ്ങൾ ഓപ്പോസിറ്റ് ഇട്ടിരിക്കുന്നത് അതേ സൈസ് തന്നെ ഇട്ട് കൊടുക്കുക. അത് ഇനി നമ്മളൊരു 3-4 കുന്തൻ സ്റ്റോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ബീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗോൾഡൻ ബീഡ്, കുന്തൻ സ്റ്റോൺ, വീണ്ടും ഗോൾഡൻ ബീഡ്, അതിന് ശേഷം ആ ഒരു വൈറ്റ് ബീഡ്, അങ്ങനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്ത് പോകുന്നത്. അപ്പോൾ നമ്മുടെ ലോങ് ചെയിനൊക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ച് പേൾ ബീഡ് അധികം തന്നെ ഇടുക. എന്നിട്ട് നമ്മുടെ സെൻറ്ററിലായിട്ട് വരുന്ന രീതിയിൽ, നമ്മുടെ ചെസ്റ്റ് താഴേക്കായിട്ട് വരുന്ന രീതിയിൽ നമ്മുടെ കുന്തൻ സ്റ്റോണുകളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. കുന്തൻ സ്റ്റോൺ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗുങ്കുരു രീതിയിൽ വലിയ പേൾ ബീഡിനെ എടുത്തിട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെയും ചെയ്ത് കൊടുക്കാം. അതായത് ഗുങ്കുരൂസൊക്കെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മുടെ ക്ലാസ്സിൽ, ഫ്രീ ക്ലാസ്സിലും അല്ലാതെയും ചാനലിൽ നമ്മൾ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആണ് ഞാൻ വീണ്ടും കാണിക്കാത്തത്. നിങ്ങളുടെ ഈ ഒരു ബീഡിനെ ഫ്യൂസ് സ്റ്റാർ വെച്ച് ഗുങ്കുരു പോലെ ചെയ്യാം. നമ്മുടെ കളർ ബീഡ് എടുക്കുക, അത് ഫ്യൂസ് സ്റ്റാർ വെച്ചിട്ട് ഗുങ്കുരു പോലെ ചെയ്തിട്ട് ഈ ഗോൾഡൻ ബീഡിൻ്റെ ഇടയിൽ കുന്തൻ സ്റ്റോണിന് പകരം നമുക്ക് അത് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് പെൻഡൻറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ സെൻറ്ററിൽ അറേഞ്ച് ചെയ്യുന്ന പെൻഡൻറ്റ് ഉണ്ടല്ലോ, ആ പെൻഡൻറ്റ് ഒരു കുറച്ചധികം വാങ്ങിച്ചിട്ട് അത് ഈ ഒരു കുന്തന് പകരം അത് ഇട്ട് കൊടുക്കാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഈ ഒരു മാല ഈ രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും. ഡ്രസ്സിന് മാച്ച് ചെയ്തൊക്കെ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മളിവിടെ 4 കുന്തൻ സ്റ്റോൺ കോർത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ, 4ാമത്തെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അടുത്തത് കുറച്ച് അതിലും വലുത് 8mm ബീഡാണ് ഇട്ടെടുക്കുന്നത് കേട്ടോ. സെൻറ്ററിൽ 8mm ബീഡാണ്. അതിന് ശേഷം നമ്മൾ വീണ്ടും അതേ രീതിയിൽ തന്നെ ഗോൾഡൻ ബീഡ് ഇട്ടിട്ട് സെൻറ്ററിൽ ഞാൻ ഈ ഒരു ലോക്കറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ആ ഒരു കുന്തന് മാച്ചായി വരുന്ന ഒരു ലോക്കറ്റ്, വീണ്ടും ഗോൾഡൻ ബീഡ്, വീണ്ടും 8mm പേൾ ബീഡ്, അങ്ങനെയാണ് ഇട്ടിരിക്കുന്നത്. സെൻറ്ററിൽ വരുമ്പോൾ കുറച്ച് വലിയ ബീഡ് ഇട്ട് കൊടുക്കുക. അതേ സെയിം കളർ ബീഡ് തന്നെ കുറച്ച് വലിയത് ഇട്ട് കൊടുത്തു. അത് നമ്മുടെ പെൻഡൻറ്റിൻ്റെ അടുത്തേക്കാണ്. ഞാൻ ഈ ഒരു പെൻഡൻ്റാണ് പറഞ്ഞത്. കുന്തന് പകരം നിങ്ങൾക്ക് ഈ ഒരു പെൻഡൻ്റ് ആയാലും ചെയ്യാം. അപ്പോൾ സാധാരണ ആ ബീഡ് തന്നെ ഇട്ട് കൊടുത്താലും മതി, സെപ്പറേറ്റ് വരുന്നില്ലല്ലോ. ഇവിടെ ഇപ്പോൾ നമ്മുടെ സ്റ്റോൺ സെപ്പറേറ്റ് സെൻറ്ററിൽ വന്ന കാരണമാണ്, അതായത്
പെൻഡൻറ്റ് സെപ്പറേറ്റ് വന്നായിരുന്നു നമ്മൾ അവിടെ ഒന്നും കൂടി ഒരു വെറൈറ്റി ആവാൻ വേണ്ടിയിട്ട് സെൻറ്ററിൽ വലിയ 2 ബീഡ് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ ആദ്യം ചെയ്ത പോലെ തന്നെ കുന്തനും ബീഡ്സും സെറ്റാക്കി കൊടുക്കാം. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ ഗോൾഡൻ ബീഡ് ഇട്ടിട്ട് പിന്നെ നമ്മുടെ 6mm പേൾ ബീഡ് ഇട്ടാണ് സെറ്റ് ചെയ്ത് പോകുന്നത്. അതങ്ങനെ 4 കുന്തൻ കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ആദ്യം ഏത് ബീഡാണോ ഇട്ടിരിക്കുന്നത് അതേ രീതിയിൽ ചെയ്യാം കേട്ടോ. എൻ്റെ കൈ കണ്ടിട്ട് നിങ്ങൾ തോന്നുന്നുണ്ട് എന്താ കയ്യുമ്പോൾ മുഴുവൻ ഇങ്ങനെയെന്ന്. അതൊരു പേന പണി തന്നതാണ്. പേന ലീക്കായി. ഞാൻ വീഡിയോ എടുക്കാനായിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു പേന അവിടെ ഇരിക്കുന്നതൊന്ന് മാറ്റി വെച്ചതാണ്. അത് ലീക്കായിട്ട് ഇരിക്കുകയായിരുന്നു. ഞാൻ അറിഞ്ഞില്ല. അത് കംപ്ലീറ്റ് കയ്യുമേ കുറേ ഞാൻ ഹാൻഡ് വാഷും ഇതൊക്കെ ഇട്ട് കഴുകി നോക്കി. പക്ഷെ അത് പോകുന്നില്ല. പരമാവധി ഞാൻ കളഞ്ഞെങ്കിലും ബാക്കി അവിടെ ഇരിക്കുന്നുണ്ട്. എന്തായാലും 2 ദിവസം പിടിക്കും തോന്നുന്നു അത് പോയി കിട്ടാനായിട്ട്. അപ്പോൾ ദേ നമ്മൾ ഫുള്ള് മാല ദേ അറേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ലൊരു ലുക്കിൽ വരുന്ന മാലയാണ്. ഞാനിപ്പോൾ ഇത് മോൾക്ക് വേണ്ടിയിട്ട് ചെയ്ത ഒരു എൻഗേജ്മെൻറ്റിന് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ലെങ്ത്തിലേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അവൾക്കൊരു നെക്ലസ് ചോക്കർ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് സൈഡ് റിങ് ഇട്ടിട്ട് നമുക്ക് കണക്ട് ചെയ്യാനുള്ളത് സെറ്റാക്കണം. അപ്പോൾ അതിന് ഗിയർ ലോക്ക് ഇട്ടിട്ട് നമ്മൾ സൈഡ് റിങ് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇത്രയും ലെങ്ത്ത് വേണ്ട, നമുക്ക് ഗിയർ വയറിൻ്റെ ലെങ്ത്ത് ഒന്ന് കട്ട് ചെയ്ത് കുറച്ച് കളയാം. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് കട്ട് ചെയ്ത് കളയാം. ഒരുപാട് ലെങ്ത്ത് കുറച്ച് ചെയ്യേണ്ട. നിങ്ങൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കത് ബാക്കിലേക്ക് തിരിച്ച് കോർത്തൊക്കെ എടുക്കുമ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പോൾ നിങ്ങൾ കുറച്ച് ലെങ്ത് ഇട്ടിട്ട് കട്ട് ചെയ്തിട്ട് ബാലൻസ് പിന്നെ നമുക്ക് കട്ട് ചെയ്യാം. ഇനി നമ്മൾ ഗിയർ വയറിനെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സൈഡ് റിങ്ങിനെ മാറ്റി നിർത്തിയിട്ട് ഗിയർ ലോക്കിലൂടെയും നമ്മുടെ ആ 2 പേളിൻ്റെ ഉള്ളിലൂടെയും ഇതുപോലെ തിരിച്ച് കോർത്ത് കൊടുക്കുക. സൈഡ് റിങ് മാറ്റി നിർത്താൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന് മാറ്റിയിട്ട് വേണം ഗിയർ ലോക്കിലൂടെ കോർത്തെടുക്കാൻ, ഇല്ലെങ്കിൽ സൈഡ് റിങ് ലോക്കാവില്ല. അപ്പോൾ അതുപോലെ വലിച്ചു കൊടുക്കുക. ബീഡ്സിൻ്റെ ഇടയിൽ ഗ്യാപ്പില്ലാതെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ബീഡ്സ് ടൈറ്റാക്കി പിടിച്ചിട്ട് വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ ഓരോ വീഡിയോസ് ചെയ്യുമ്പോഴും ഞാൻ ആദ്യത്തെ വീഡിയോസിലൊക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതാണ് കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. അതുപോലെ ബീഡ്സിനെ പിടിച്ച് നമ്മളൊന്ന് വലിച്ചു കൊടുക്കുക. 2 ബീഡിൻ്റെ ഉള്ളിലിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഗ്യാപ്പില്ലാതെയും നമ്മുടെ ചെയിൻ കുറച്ചും കൂടി സെക്യൂറായിട്ട് നിൽക്കും. വിട്ടു പോകുന്നില്ല നമ്മൾ ബീഡ്സിൽ കൂടി കോർത്ത് കഴിയുമ്പോൾ. ഇനി നമുക്ക് ബാലൻസ് കട്ട് ചെയ്ത് കളയാം. ബാലൻസ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ത്രെഡും നമുക്ക് അടുത്ത ബീഡിൻ്റെ ഉള്ളിലേക്കും കൂടി ഒന്ന് കയറ്റി വെച്ച് കൊടുക്കാം. അപ്പോൾ പിന്നെ ത്രെഡും തീരെ കാണില്ല. കണ്ടോ, ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടി നല്ലതാണ്. നമുക്ക് ഇനി ഈ ഒരു ഗിയർ ലോക്ക് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ ഗിയർ ലോക്ക് ചെയ്യുന്നത് കൊണ്ട് പിന്നെ അത് വിട്ടു പോകുന്നില്ല. എങ്കിലും നല്ലൊരു പെർഫെക്ഷൻ കിട്ടാൻ ഈ ഒരു രീതിയിൽ ചെയ്യുന്നതാണ് നല്ലത്. ഗിയർ വയർ ബീഡ്സിൻ്റെ ഉള്ളിലൂടെയൊക്കെ കോർത്തിട്ട് കട്ട് ചെയ്യുന്നതാണ് മാലയ്ക്ക് ഒരു പെർഫെക്ഷൻ കിട്ടാൻ നല്ലത്. ഇനി ഇതൊക്കെ ഇവിടെ കട്ടിങ് സ്പ്രിങ് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് പ്രസ്സാക്കി കൊടുക്കാം. കാരണം ജസ്റ്റ് വലിക്കുന്ന സമയത്ത് അത് ഊരി പോവാതിരിക്കാൻ, അകന്ന് പോവാതിരിക്കാൻ ആ 2 സൈഡും കൂടി ഒന്ന് പ്രസ്സാക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ മാല ഫിനിഷ് ആയിട്ടുണ്ട്. ഫൈനൽ ലുക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ. ജ്വല്ലറി മേക്കിങ്ങും ഹെയർ ആക്സസറീസും പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പെയ്ഡ് ക്ലാസ് കൊടുക്കുന്നുണ്ട്. ഫെബ്രുവരി ബാച്ച് നാളെ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. 10-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇതുവരെ ജോയിൻ ആയിട്ടില്ലെങ്കിൽ ഒന്ന് ജോയിൻ ചെയ്തോളൂ. അപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ക്ലാസ് ഡീറ്റെയിൽസ് അറിയാനായിട്ട്. ഞാൻ മെസ്സേജിൽ നമ്പർ പിൻ ചെയ്ത് വെക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.